പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അനുസരണയുള്ള, അച്ചടക്കമുള്ള, അഹങ്കാരം ഒട്ടുമേയില്ലാത്ത വിനയാന്വിതരായ മുഅ്മിനീങ്ങളായി നാമെല്ലാം ജീവിച്ച് മരിച്ചു പോകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ളതാണ് ഈ ജുമുഅ നിസ്കാരമടക്കമുള്ള എല്ലാ നിസ്കാരങ്ങളും. അഹങ്കാരം ഒഴിവാക്കി വിനയമുള്ളവരായി മാറുന്നതിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ നോമ്പുകൾ. വിനയം നമ്മിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സക്കാത്ത് അടക്കമുള്ള ദാനധർമ്മങ്ങളെല്ലാം. വിനയമുള്ള മുഅ്മിനീങ്ങളായി മാറാൻ വേണ്ടിയുള്ളതാണ് ഹജ്ജും ഉളുഹിയ്യത്തുമടക്കമുള്ള സകലമാന കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും. നമ്മിൽ പരിവർത്തനമുണ്ടാക്കാൻ, അല്ലാഹു തൃപ്തിപ്പെട്ട അടിമകളായി നാം മാറാൻ വേണ്ടിയിട്ടുള്ളതാണ് ആരാധനാനുഷ്ഠാനങ്ങളൊക്കെ. ഈ ആരാധനാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുമ്പോൾ ഞാനും നിങ്ങളും സ്വന്തത്തിലേക്ക് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണം. കാര്യമായ നോട്ടം ഞാനും നിങ്ങളും നമ്മുടെ ഉള്ളകങ്ങളിലേക്ക് നോക്കുന്ന നോട്ടമായിരിക്കണം. ആത്മവിചിന്തനം, മുറാഖബ, മുഹാസബ എന്നിത്യാദി കാര്യങ്ങൾ പരിശുദ്ധ ദീൻ, പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത് നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായി മുറാഖബയുടെ, മുഹാസബയുടെ, ആത്മവിചിന്തനത്തിന്റെ ഭാഗമായി അഹങ്കാരത്തിന്റെ ചില ലക്ഷണങ്ങൾ, അടയാളങ്ങളാണ് കഴിഞ്ഞ ഏതാനും സംസാരത്തിലൂടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ടെസ്റ്റാണ്. നമ്മുടെ കാര്യത്തിൽ നമ്മളൊരു ടെസ്റ്റ് നടത്തുക. എന്ത് ടെസ്റ്റ്? നമ്മുടെ മനസ്സിൽ ഏറ്റവും മാരകമായ രോഗമായ കിബിർ, അഹങ്കാരം ഉണ്ടോ ഇല്ലയോ? അല്ലാഹുവും അവന്റെ മലക്കുകളും സത്യവിശ്വാസികളും ഏറെ വെറുക്കുന്ന, അതിന്റെ ഒരു കണികയുടെ സാന്നിധ്യം പോലും സ്വർഗപ്രവേശനത്തിന് തടസ്സമാക്കുന്ന ഭീകരമായ ആ മനോരോഗം നമ്മിൽ ഉണ്ടോ ഇല്ലയോ എന്ന ടെസ്റ്റ് ഞാനും നിങ്ങളും ഇനി നടത്തേണ്ടതുണ്ട്. അത് നടത്തി കണ്ടെത്തിയാൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മുക്തരാകാൻ, രക്ഷപ്പെടാൻ വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കുക. ടെസ്റ്റ് നടത്തിയിട്ട് വല്ല കുഴപ്പമൊന്നും കാണുന്നില്ലെങ്കിൽ അല്ലാഹുവിനെ സ്തുതിച്ച് അതേ വിനയത്തോടുകൂടെ മുന്നേറാൻ ശ്രമിക്കുക. 5 ടെസ്റ്റുകളാണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. 5 ടെസ്റ്റുകളുണ്ട്. കിബിർ പരിശോധിക്കുന്ന, അഹങ്കാരം ടെസ്റ്റ് ചെയ്യുന്ന 5 ടെസ്റ്റുകൾ. അതിൽ ഒന്ന് എന്താണ്? എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനും നിങ്ങളും അത് ഓരോരുത്തരും ഒന്ന് നോക്കേണ്ടതുണ്ട്. ഒന്നെന്താണ്? അൻ യുനാളിറ ഫീ മസ്അലത്തിൻ മഅ വാഹിദിൻ മിൻ അഖ്റാനിഹി ഫഇൻ ലഹറ അലാ ലിസാനിഹി ശൈഉൻ മിനൽ ഹഖ് ഫഖ്തഖുല അലൈഹി ഖബൂലുഹു വശുക്റു ലഹു വലാ തംബീഹിഹി ഫയദുല്ലു അലാ അന്ന ദാലിക ഫീഹി കിബ്റൻ ദഫീനാ ഫല്യത്തഖില്ലാഹ ഫീഹി വല്യസ്തഗിൽ ബിഇലാജിഹി എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ലാ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. കിബ്റിന്റെ ഒന്നാമത്തെ ടെസ്റ്റ് എന്താ അറിയോ? അൻ യുനാളിറ ഫീ മസ്അലത്തിൻ മഅ വാഹിദിൻ മിൻ അഖ്റാനിഹി. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സമപ്രായക്കാർ, നമ്മുടെ കൂടെയുള്ളവർ, അവരുമായിട്ടൊന്ന് തർക്കിച്ചു നോക്കുക. ഒരു വാദപ്രതിവാദം നടത്തി നോക്കുക. ഫീ മസ്അലത്തിൻ, ഒരു വിഷയത്തിൽ നമ്മുടെ കൂട്ടുകാരുമായി, കൂടെയുള്ളവരുമായിട്ടൊന്ന് തർക്കിച്ചു നോക്കുക ഒരു വിഷയത്തിൽ.
ഫഇൻ ലഹറ ശൈഉം മിനൽ ഹഖ്ഖി അലാ ലിസാനി സ്വാഹിബിഹി. ഈ തർക്കത്തിൽ തന്റെ സഹസമ്പാദകൻ മറുപക്ഷത്തുള്ള ആളിൽ നിന്ന് ഒരു നേരായ വാദം, നേരായ ഒരു കാര്യം വെളിപ്പെട്ടാൽ, കേൾക്കാനായാൽ, ആ സമയത്ത് ഫസഖുല അലൈഹി ഖബൂലുഹു, അത് സ്വീകരിക്കാൻ ഒരു മനപ്രയാസം, വശുക്റു അലാ തംബീഹിഹി, അത് ഉണർത്തി തന്ന, നേര് പറഞ്ഞു തന്നതിന് നന്ദി പറയാനും അദ്ദേഹത്തെ വന്ദിക്കാനും അദ്ദേഹത്തിന് ഗുഡ് എന്ന് പറയാനും മനപ്രയാസമുണ്ടെങ്കിൽ, ഫദാലിക, ആ ഒരു മൈൻഡ്, ആ ഒരു മെന്റാലിറ്റി യദുല്ലു അന്ന ഫീഹി കിബ്റൻ ദഫീനാ, മനസ്സിനകത്ത് മറഞ്ഞു കിടക്കുന്ന അഹങ്കാരമുണ്ട് എന്നതിന്റെ തെളിവാണത്. ഫല്യത്തഖില്ലാഹ ഫീഹി, അതിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വല്യസ്തഗിൽ ബിഇലാജിഹി, പെട്ടെന്ന് അതിന് ചികിത്സ കണ്ടെത്തണം. എന്താ ഈ പറഞ്ഞത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഒരു വിഷയത്തിൽ നമ്മൾ തർക്കിക്കുകയാണ്. ഇവിടെ വെച്ചാ തർക്കം, സുബഹി നിസ്കാരം കഴിഞ്ഞ് കാലിച്ചായ അടിക്കാൻ വേണ്ടി ചായക്കടയിൽ ചെന്നിരുന്നപ്പോഴാണ് തർക്കം നടക്കണേ. എന്താ സബ്ജക്ട്? തർക്കത്തിന്റെ സബ്ജക്ട് എന്താ? കഴിഞ്ഞ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത ഗവൺമെന്റിന്റെ കാര്യത്തിലായിക്കോട്ടെ. ഒരു ഉദാഹരണം, കഴിഞ്ഞ തിങ്കളാഴ്ച പുതിയ ഗവൺമെന്റ് ഇവിടെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റല്ലോ. ആ മന്ത്രിസഭയുടെ ആ പാർട്ടിയുടെ ആളാണ് ഒരാള്, പ്രതിപക്ഷത്തിന്റെ ആളാണ് മറ്റേ ആള്. ഇങ്ങനെ തർക്കം തുടങ്ങി, രണ്ടാളും തർക്കം തുടങ്ങി, മൂർച്ഛിച്ചപ്പോ പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാള് കൃത്യമായ ഒരു കാര്യം എവിഡൻസ് സഹിതാണ്ട് പറഞ്ഞു. അത് നേരാണ്, ക്ലിയറാണ്. അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് വേണ്ടി സംസാരിച്ച ആള് പ്രതിപക്ഷത്തിന്റെ ആളോട് കൃത്യമായ ഒരു നേര് പറഞ്ഞു, ഒരു സത്യം പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ഫസഖുല അലൈഹി ഖബൂലുഹു, സംഗതി നേരൊക്കെ ആണെങ്കിൽ ഇപ്പൊ അത് അംഗീകരിക്കാൻ പറ്റൂല, തോൽക്കോലോ. അവൻ പറഞ്ഞത് കൃത്യ കാര്യമാണ്, നേരാണ്. പക്ഷെ അത് അംഗീകരിച്ചു കൊടുത്താൽ തോൽവിയാവുമല്ലോ. ഫസഖുല അലൈഹി ഖബൂലുഹു, സ്വീകരിക്കാൻ മനസ്സിനൊരു ഭാരം. വശുക്റു അലാ തംബീഹിഹി, വശുക്റു ലഹു അലാ തംബീഹിഹി, ഉണർത്തി തന്നപ്പോ വെരി ഗുഡ്, എനിക്കത് അറിയില്ലായിരുന്നു, നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയാനും മനപ്രയാസമുണ്ടെങ്കിൽ, ഇതിപ്പോ ആർക്കാ മുസ്ലിയാരെ മനപ്രയാസം ഇല്ലാണ്ടിരിക്കുക? തർക്കിക്കുമ്പോ തോറ്റുകൊടുക്കേ, എന്നാ കിബിറുണ്ട് തന്നെ. പച്ചക്ക് പറയാ കിബിർ ഉള്ളിൽ കിടപ്പുണ്ട്, ഇതിന്റെ തെളിയ ഫദാലിക യദുല്ലു അന്ന ഫീഹി കിബ്റൻ ദഫീന, ഇത് തെളിവാണ് ആ വ്യക്തിയുടെ സത്യം അംഗീകരിക്കാൻ വൈമനസ്യമുള്ള, നേരംഗീകരിക്കാൻ മനപ്രയാസമുള്ള, നേര് പറഞ്ഞു തന്നവനോട് നന്ദി പറയാൻ മനപ്രയാസമുള്ള വ്യക്തി, അവനിൽ മറഞ്ഞു കിടക്കുന്ന കിബിറുണ്ട് എന്നതിന്റെ തെളിവാണ്. ഫല്യത്തഖില്ലാ, അല്ലാഹുവിനെ സൂക്ഷിച്ചോ. വല്യസ്തഗിൽ ബിഇലാജിഹി, പെട്ടെന്ന് മരുന്ന് കഴിക്കാൻ തയ്യാറായിക്കോ. എന്താ അതിനുള്ള മരുന്ന്? സ്വന്തത്തോട് നിരന്തരം പ്രേരിപ്പിക്കുക. എടാ നേര് നീ അംഗീകരിക്കണം. ഞാൻ എന്നോട് വഴലും അറിയാം, നിങ്ങളോട് പറയാ, സത്യം ആണെന്ന് ബോധ്യപ്പെട്ടാൽ അത് അംഗീകരിക്കണമെന്ന് സ്വന്തത്തോട് നിരന്തരം പ്രേരിപ്പിക്കുക. സത്യം പറഞ്ഞു തന്നവനോട് നന്ദി പറയുക. ജസാക്കല്ലാ, എടാ എനിക്കത് അറിയില്ലായിരുന്നു, സംഗതി ആ തർക്കത്തിന്റെ അടിയിലാണ് നീ അത് പറഞ്ഞത്, ജസാക്കല്ലാ, അള്ളാഹു അതിന് അർഹിക്കുന്ന പ്രതിഫലം ഒരു നേരെനിക്ക് ഉണർത്തി തന്നതിന് നിനക്ക് തരട്ടെ എന്ന് തുറന്ന് പറയാ, നിരന്തരം പറയാ. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ ഹിക്മത്തു ളാല്ലത്തുൽ മുഅ്മിനി, വിജ്ഞാനം സത്യവിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണ്, അതെവിടെ നിന്ന് കിട്ടിയാലും അവനതെടുത്തുകൊള്ളട്ടെ എന്ന്. നമ്മുടെ സ്വർണ്ണാഭരണം ചാണകക്കുഴിയിൽ വീണാൽ, വേണ്ട ക്ലോസറ്റിൽ വീണാൽ, ഗ്ലൗസ് കിട്ടിയില്ലെങ്കിലും അപ്പെടുക്കൂലേ? അത് ഗ്ലൗസിന് കാത്തുക്കുവോ? സ്വർണ്ണ ഇന്നിപ്പോ എത്ര വില സ്വർണത്തിന്? ചാണകക്കുഴിയിലോ ക്ലോസറ്റിലോ സ്വർണ്ണാഭരണം വീണാൽ നമ്മൾ എടുത്തിരിക്കും. ഇതിനേക്കാൾ മൂല്യമുണ്ട് ഹിക്മത്തിന്. അതാര്, ഏതവൻ, ഏത് ലോ ക്ലാസ് ഉണർത്തി തന്നാലും സ്വീകരിക്കണം. ഇതിനേക്കാൾ തീവ്രമായ താൽപര്യത്തോടുകൂടെ സ്വീകരിക്കണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്നെന്താണ്? നമ്മളൊക്കെ തർക്കിക്കലില്ലേ?
പല കാര്യത്തിനും അല്ലേ? ഇപ്പൊ അടുക്കളയിൽ കെട്ടിയവളോട് ചിലപ്പോ തർക്കിക്കും, ചിലപ്പോ അവള് പറഞ്ഞത് നേരായിരിക്കും. കെട്ടിയവനായ ഭർത്താവായ ഞാൻ ഇപ്പൊ അത് അനുവദിച്ചു കൊടുത്താൽ. ഇപ്പൊ ഞാൻ ചില വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഫുഡ് സൂപ്പറായിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ നോക്കൂ, അവളത് കേൾക്കണ്ട, അല്ലെങ്കിൽ തന്നെ 2-4 കൊമ്പ അവൾക്ക്. ഇനി അത് കേട്ടിട്ട് അതിനും കൂടി അഹങ്കാരം. അപ്പൊ കെട്ടിയവനടത് സമ്മതിച്ചു കൊടുക്കാനൊരു ബുദ്ധിമുട്ട്. ഭക്ഷണം നന്നായാൽ കെട്ടിയവനായാലും പറയൽ സുന്നത്താ, അതവരെ മനസ്സ് നിറയും. മോശമാണെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, അതാണ് നിയമം, ഇസ്ലാമിന്റെ നിയമം. അപ്പൊ ഒന്നാമത്തെ എന്താണ്, നേര് ആരെ നാവിൽ നിന്ന് വന്നാലും, പ്രത്യേകിച്ച് തർക്കത്തിന്റെ സമയത്ത് ആരും വിട്ടുകൊടുക്കൂല. മനുഷ്യന്റെ നേച്ചറാണത്. തർക്കിക്കാൻ നിന്നാൽ നേര് കേട്ടാൽ അപ്പൊ അത് അംഗീകരിക്കാൻ മനപ്രയാസം ഉണ്ടെങ്കിൽ ഉള്ളിൽ കിബിറുണ്ടെന്ന തെളിവാണ് നമ്പർ 1 ടെസ്റ്റിംഗ്. ഈ ടെസ്റ്റ് നടത്തുമ്പോ തന്നെ അറിയാം എത്ര ആൾക്ക് കിബിറുണ്ട് ഇല്ലാന്ന്. രണ്ടാമത്തേത്, മഹാന്മാരായ ഇമാമുകൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്നു രണ്ടാമത്തെ ടെസ്റ്റ്, അയ്യജ്തമിഅ മഅൽ അഖ്റാനി വൽ അംസാലി ഫിൽ മഹാഫിലി. കൂട്ടുകാർക്കൊപ്പം സമപ്രായക്കാർക്കൊപ്പം കല്യാണ വീടുകളിൽ, സൽക്കാര സംഗമങ്ങളിൽ, സമ്മേളനങ്ങളിൽ, പൊതുയോഗങ്ങളിൽ, ജമാഅത്ത് ജുമുഅകളിൽ തന്റെ പ്രായക്കാരുമായി ഒത്തുചേരുക. ആ ഒത്തുചേരുന്ന നേരത്ത് വയുഖദ്ദിമഹും അലാ നഫ്സിഹി, തന്നെക്കാൾ അവർക്ക് പരിഗണന കൊടുക്കുക. അതെങ്ങനെ? അവരിരുന്നിട്ട് നമ്മളിരിക്കുക. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ഞാനങ്ങട്ട് ബസ് കയറിയ നമ്മളെ മൈൻഡ് എന്താ? നമ്മൾ കയറോളം ഒഴിഞ്ഞ ബസ് വേണം, നമ്മളാണ് കയറി, ഇനി ആരും കയറരുത്, ആരും സീറ്റിൽ തിരക്കാൻ വരരുത്. മനുഷ്യന്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. വയുഖദ്ദിമഹും അലാ നഫ്സിഹി. ഏതൊരു സദസ്സിൽ, ഒരു സംഗമവേദിയിൽ ചെന്നാലും തന്റെ സഹോദരന്മാർക്ക് തന്നെക്കാൾ ഒരു പരിഗണന ഇരിപ്പിടത്തിൽ കൊടുക്കുക. ഫുഡ് ഇടിച്ചു കയറിയിട്ട് സൊമാലിയിൽ അഭയാർത്ഥികൾ ഭക്ഷണത്തിന് തരാം, അങ്ങനെയല്ല. അവരൊക്കെ കഴിക്കട്ടെ, തന്നെക്കാൾ പരിഗണന. വെള്ളം കൊടുക്കുന്നിടത്ത് പരിഗണന. വയംശിയ ഖൽഫഹും, നടക്കേണ്ടി വന്നാൽ മുന്നിൽ അവരെ നടത്തിയിട്ട് പിറകിൽ നടക്കുക. ഇത് മനപ്രയാസമായിട്ട് തോന്നുന്നുണ്ടോ? അവരിയ്ക്കട്ടെ എന്നിട്ട് എനിക്കിരിക്കാം, അവർ കഴിക്കട്ടെ എന്നിട്ട് എനിക്ക് കഴിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോ മനപ്രയാസമുണ്ടോ? ഫഹുവ മുതകബ്ബിറുൻ, അവൻ അഹങ്കാരിയാണ്. അപ്പൊ എന്താ ചെയ്യാ? ഇതിനുള്ള പ്രതിവിധി എന്താണ്? ഇത് ഇങ്ങനെ ശീലാക്കുക. തന്നെക്കാൾ തന്റെ സഹോദരന്മാർക്ക് പ്രാമുഖ്യവും പരിഗണനയും കൊടുത്ത് സ്വന്തത്തിന് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുക. അവരിയ്ക്കുക, നമ്മൾ നിൽക്കുക, അവർ കഴിച്ചതിന് ശേഷം നമ്മൾ കഴിക്കുക. കുറെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതൊരു ശീലമായി മാറും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിശാച് ഇവിടെ കെണി വെക്കാൻ വരും. അതെന്താണ്? അമിത വിനയം കാണിച്ച് ആളാകാൻ നോക്കടാ എന്ന് പ്രേരിപ്പിക്കും. അമിത വിനയം. എടാ, നിന്നെക്കുറിച്ച് അഹങ്കാരി എന്നാരും പറയണ്ട, എന്തൊരു ഡീസന്റാ, എക്സ്ട്രാ ഡീസന്റാണ്, എന്തൊരു വിനയാന്വിതനാണ് എന്ന് ജനങ്ങൾ പറയട്ടെ, അതിനൊന്ന് ഒതുങ്ങിക്കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് പിശാച് അവിടെയും. പിശാചിന്റെ പണി പറഞ്ഞാൽ നന്മയുള്ളിടത്താണ്. നല്ല മനസ്സിലാ പിശാചിന് പണി. നിശാ ക്ലബ്ബുകളിലും ബാറുകളിലും അവന്റെ സാന്നിധ്യത്തെക്കാൾ ശക്തമായ സാന്നിധ്യം എവിടെയാണ്? നന്മയുള്ള മനസ്സിൽ. നന്മ നടക്കുന്നിടത്താണ്. അവന്റെ പാർട്ടിക്കാരിൽ പിന്നെ എന്ത് പ്രചരണം നടത്തണം? ഇലക്ഷൻ നടക്കുന്ന നേരത്ത് കൂടുതൽ പ്രചരണവും പണിയും ഈ കാൻഡിഡേറ്റുകൾ എവിടെ എടുക്കണ്ടേ? ഓപ്പോസിറ്റിലാണ്. ആ വീട്ടിക്ക് പോകണ്ട, അടക്കം നമ്മുടെ വോട്ടാ, ഉറച്ച വോട്ടാ, അങ്ങനെയല്ലേ പറയാ. പിശാചിന്റെ പാർട്ടിക്കാരിൽ അവന് പണിയില്ല. അവൻ കൂടുതൽ പണിയുന്നത് നല്ല മനസ്സിന്റെ ഉടമകളിലാണ്. അവിടെയാണ് അവന്റെ സാന്നിധ്യം. അപ്പൊ വിനയം കാണിച്ച് ട്രെയിനിങ് എടുക്കുമ്പോ അതിലൂടെ വഴി തെറ്റിക്കാൻ, വിനയത്തിലൂടെ അഹങ്കാരിയാകുക, താഴ്ന്നിട്ട് പൊങ്ങുക. അപ്പൊ പറയാം ആൾക്കാർ, ഓ എന്താണ് ആ മനുഷ്യൻ. കണ്ടോ, ഒരു പഴമൊഴിയുണ്ട് മലയാളത്തിൽ, അമിത വിനയം കള്ളന്റെ ലക്ഷണം. അമിത വിനയം കള്ളന്റെ ലക്ഷണം. പണ്ടൊരു അമിത വിനയക്കാരൻ പള്ളിയിൽ വന്നാൽ ഫ്രണ്ട് സീറ്റില് അവിടെ സ്പേസ് ഉണ്ടെങ്കിലും അങ്ങേര് ചെരുപ്പ് വെക്കുന്നിടത്ത് നിൽക്കുള്ളൂ. ഇപ്പൊ പെരുന്നാളൊക്കെ വരുമ്പോ ജുമഴക്കൊക്കെ ചെരുപ്പ് വെക്കുന്ന ആ മേഖലയിലൊക്കെ ആളുകൾ എത്തുമല്ലോ. ഫ്രണ്ടിന് സ്ഥലം ഉണ്ടെങ്കിലും അങ്ങേര് അവിടെ നിൽക്കുള്ളൂ. അതെന്തിനാ? എല്ലാവരും സുജൂദ് പോയാല് നല്ല ചെരുപ്പ് വെക്കി മോഷ്ടിക്കാൻ. പണ്ട് നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ആളുകൾക്ക് സാമ്പത്തിക ശേഷി ചെരുപ്പ് മോഷണമൊക്കെ കുറവാ. ഒരു പഴയ പള്ളിയിൽ ഒരു അറബി കവി എഴുതി വെച്ചിരുന്നു എന്നാ,
അങ്ങനെ കാണാ ചരിത്രത്തില്, യാ സാരിഖൽ ഖബ്ഖാബി വന്നഅലൈനി അലൈക ഗളബുല്ലാഹി ഫിദ്ദാറൈനി. യാ സാരിഖൽ ഖബ്ഖാബി, മെതിയടി മോഷ്ടിക്കുന്നവനെ. മെതിയടി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കൊന്നും അറിയില്ല അല്ലെ, മരത്തിന്റെ ഒരു ചെരുപ്പാണത്. സാധാരണ നടക്കാൻ പകലൊക്കെ നഗ്നപാതനായി നടന്നിട്ട് രാത്രി കിടക്കാൻ പായയിലേക്ക് വരുമ്പോ കാല് എഴുകിയിട്ട് ഇടാനുള്ള സാധനമായിരുന്നു മെതിയടി. എന്റെ തറവാട്ടിലുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, ഇട്ട് നോക്കിയിട്ടുണ്ട്, വീഴാൻ പോയിട്ടുണ്ട്. മെതിയടി മോഷ്ടിക്കുന്നവനെ വന്നഅലൈനി, ചെരിപ്പുകൾ മോഷ്ടിക്കുന്നവനെ അലൈക ഗളബുല്ലാഹി ഫിദ്ദാറൈനി, നീ പണി ചെയ്താൽ ദുന്യാവിലും ആഖിറത്തിലും പടച്ചവന്റെ കോപമുണ്ടാവും നിന്റെ നേരെ. ചെരുപ്പ് വെക്കുന്നതോട് എഴുതി വെച്ചിരുന്നതാ. അപ്പോ വിനയാന്വിതനായി അവിടെ നിൽക്കുക മോഷ്ടിക്കാൻ. അമിത വിനയം കള്ളന്റെ ലക്ഷണം. അത് വേണ്ട. അപ്പൊ എന്താണ് വേണ്ടത്? നമ്മുടെ സമപ്രായക്കാരായ ആളുകൾ, സ്വന്തക്കാരായ ആളുകൾ, കൂട്ടുകാർ, അവർക്ക് പ്രാമുഖ്യം കൊടുക്കുക, അവരെ തന്നെക്കാൾ പരിഗണിച്ച് ട്രെയിനിങ് എടുക്കുക, അതിലൂടെ വിനയം പരിശീലിപ്പിക്കുക സ്വന്തത്തെ. ഇതാണ് 2. ഇനി 3, പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അൻ യുജീബ ദഅവത്തൽ ഫഖീരി, പാവപ്പെട്ട ഫഖീറിന്റെ ക്ഷണം സ്വീകരിക്കുക. അയാൾ എന്തെങ്കിലും ഒരു കല്യാണം പറഞ്ഞു, അല്ലെങ്കിൽ പോയാ 500ന്റെ കവറെങ്കിലും കൊടുക്കണ്ടേ, ഇപ്പോ കുറച്ച് തിരക്കുണ്ട്, ഇന്നിപ്പോ ഇത്ര സുഖമില്ല, വയറിനൊരു അസ്വസ്ഥത. അങ്ങനല്ല. അൻ യുജീബ ദഅവത്തൽ ഫഖീരി, പാവപ്പെട്ട പച്ചപ്പാവം എന്തിനെങ്കിലും ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക. പാവപ്പെട്ടവന്റെ കാര്യത്തിൽ ഉത്സാഹം കാണിക്കുക. പാവപ്പെട്ടവന് സേവനം ചെയ്യുന്ന കാര്യത്തിൽ നിരതനാവുക. പാവപ്പെട്ടവനെ തന്റെ വണ്ടിയിൽ കയറ്റി പരസ്യമായി ഓടുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഫഇൻ സഖുല ദാലിക അലൈഹി, ഒരു മനപ്രയാസം ഇങ്ങനെ വരുന്നുണ്ടോ, ഫഹുവ കിബ്റുൻ, അത് അഹങ്കാരത്തിന്റെ അടയാളം. പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് വേണ്ടി നിലകൊള്ളുക, അവരൊരു സാധനം എടുത്തിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇതെന്റെ സ്റ്റാറ്റസിന് യോജിക്കില്ലല്ലോ എന്ന് ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ഫഹുവ കിബ്റുൻ, അത് അഹങ്കാരാണ്. ഇത് മാറാൻ എന്താ ചെയ്യേണ്ടത്? ഇതൊഴിവാകാൻ എന്താ ചെയ്യേണ്ടത്? നിരന്തരം പാവങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക, ആളുകൾ കാണുന്ന വിധത്തിൽ തന്നെ ചെയ്യുക. ചെയ്ത് അതൊരു ട്രെയിനിങ് ആയി, അതൊരു ശീലമായി വിനയം പഠിക്കും. അടുത്തത് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണം, വീട്ടിലേക്ക് വേണ്ട അരി, പലചരക്ക്, മാംസ മത്സ്യാദികൾ, ഇതെല്ലാം മേടിച്ചൊന്നെങ്കിൽ കയ്യിലേന്തി, അല്ലെങ്കിൽ ചുമലിലേന്തി, അല്ലെങ്കിൽ തലച്ചുമടായി പരസ്യമായി വീട്ടിലേക്ക് പോയി നോക്കുക. ഉള്ളിൽ അസ്വസ്ഥത തോന്നുന്നുണ്ടോ? കിബ്രനാണ്, അഹങ്കാരിയാണ്. അപ്പൊ അത് മാറാൻ എന്താ ചെയ്യേണ്ടത്? ആ പണി അങ്ങനെ ചെയ്യന്നെ. കുറച്ചങ്ങോട്ട് ചെയ്യുമ്പോ ഒരു ഒതുക്കം വരും, ആ മൂർഖൻ അവിടെ ഒതുങ്ങും, വിശഞ്ചീറ്റൽ അങ്ങോട്ട് മാറിക്കിട്ടും. മഹാനരായ അബ്ദുല്ലാഹിബ്നു സലാം റഹ്മത്തുല്ലാഹി അലൈഹി വിറക് കെട്ടുകൾ തലയിൽ വെച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു പോകുന്നത് കണ്ട അക്കാലത്തെ വിശ്വാസികൾ ചോദിച്ചു, അല്ല ഇമാമേ, പ്രിയപ്പെട്ടവരെ, മഹാജ്ഞാനിയായ അങ്ങ് എന്തിനിത് ചെയ്യണം? അങ്ങേക്ക് ഇഷ്ടം പോലെ മക്കളും വേലക്കാരുമുണ്ടല്ലോ. മഹാനായ അബ്ദുല്ലാഹിബ്നു സലാം റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞത്, ഞാൻ എന്നിൽ അഹങ്കാരമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹമലൽ ഫാകിഹത അവിശൈഅ ഫഖദ് ബരിഅ മിനൽ കിബ്ർ. ഒരാൾ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ തലയിൽ വെച്ച് നടന്നാൽ അവൻ അഹങ്കാരത്തിൽ നിന്ന് ഒഴിവാകുന്നു. അത്യാവശ്യം നിലവാരം നാട്ടില്, വീട്ടില്, സമൂഹത്തിലൊക്കെ ഉള്ള ഒരാള് ഒരു 5 കിലോന്റെ അരിയും തലയിൽ വെച്ചൊന്ന് നടന്നാൽ ഇയാളെ പിരി എന്തോ ലൂസായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു പണിയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമ്മൾ വിലയിരുത്തുക, അല്ലെ? ഈ പണി അങ്ങോട്ട് ചെയ്താൽ ഉള്ളുന്ന ആ സാധനം ഇറങ്ങി പോകുമെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പോ വീട്ടിലേക്കുള്ള നമ്മുടെ കാര്യങ്ങൾ അത് നമ്മൾ സ്വയം ചെയ്ത് പരിശീലിക്കുക. അതിന് അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഉള്ളിൽ നിഗൂഢമായ അഹങ്കാരമുണ്ടെന്ന്. അപ്പോൾ അത് കൂടുതലായി ചെയ്ത് വിനയം പരിശീലിക്കുക, നല്ലവനായി മാറുക. 5-ാമത്തേത്, താഴ്ന്ന തരം വസ്ത്രമണിയ. സൗകര്യമുള്ള ആളെന്നെ എപ്പോഴും അങ്ങനെയല്ല, സൗകര്യമുള്ളവൻ 2 അണിയാൻ മനസ്സ് കാണിക്കണമെന്ന്.
ഇതിൽ വേറൊരു കുഴപ്പമുണ്ട്. ഈ ഉള്ളവൻ എത്ര ചാത്തൻ അണിഞ്ഞാലും ജനങ്ങളെ കൂടിയത് എന്നാ പറയാ. ഇപ്പൊ പെരുമ്പാവൂരിന്ന് ഒരു കോടീശ്വരൻ ഒരിക്കൽ എന്റെ മുന്നിൽ വന്ന് സംസാരിച്ചപ്പോ ഞാൻ തന്നെ പറഞ്ഞു, ഈ വൈറ്റ് ഷർട്ട് നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയാം, അതിന് മീറ്ററിന് 150 രൂപയാണ്. ആളുകളോട് പറഞ്ഞാൽ വിശ്വസിക്കൂല, കാരണം ഞാൻ അണിയുമ്പോ അതിന് 1500 ഉണ്ട് എന്നാ ധാരണ. ഇതങ്ങനെയല്ല, പൊതുജനത്തിന് ബോധ്യമാകുന്ന വിധത്തിൽ തന്നെ വാഹനവും വസ്ത്രവും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളും കുറഞ്ഞത് ഉപയോഗിച്ചു നോക്കുക. എന്നിട്ട് അസ്വസ്ഥതയുണ്ടെങ്കിൽ അഹങ്കാരമുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ നിരന്തരം അത് ഉപയോഗിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ഇഅ്തഖലൽ ബഈർ വലബിസ സൂഫ്, ഒരാൾ ഒട്ടകത്തെ കയറുകൊണ്ട് കെട്ടി. എന്നുവെച്ചാൽ നാട്ടിലൊരു കേമൻ പശുവിന്റെ കയറും പിടിച്ചിങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അത് വരാൻ അയാൾക്ക് കഴിയണം. കഴിയുന്നില്ലെങ്കിൽ അഹങ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇഅ്തഖലൽ ബഈർ, ഒരാൾ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് നടക്കുന്നു, അതിനെ കെട്ടുന്നു. ഇവിടെ ഇപ്പൊ ഒട്ടകം ഇല്ലല്ലോ, അതുകൊണ്ട് പശു ആയിക്കോട്ടെ. വീട്ടിലൊരു പശു ഉണ്ട്. ഇനി വേണ്ട ഉളൂഹിയ്യത്ത് അല്ലേ, നമ്മളാ ജന്തുവിനെ കാണണ തന്നെ അത് അറക്കാൻ നേരത്തെ അല്ലെങ്കിൽ തള്ളിയിട്ടിട്ട് വല്ലാക്ക കത്തി വെക്കുമ്പോഴാ ആ സാധനത്തിനെ കാണണേ. അതിന്റെ കയറും പിടിച്ചിട്ടൊന്ന് ശരി ഒരു പുല്ല് തീറ്റാൻ, വൈക്കോല് തീറ്റാൻ, അതിപ്പോ ഒരു മടി. അത് സുന്നത്തും കൂടിയാണ്. അതിനെ പോറ്റിയിട്ട് അതിന് മാനസികമായൊരു അറ്റാച്ച്മെന്റ് അതുമായി ഉണ്ടാക്കി തീർക്കലൊരു സുന്നത്ത് കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഇഅ്തഖലൽ ബഈർ, ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് നടക്കുകയും അതിനെ കെട്ടേണ്ടിടത്തൊരാൾ കെട്ടുകയും ചെയ്താൽ, വലബിസ സൂഫ്, അന്നത്തെ ഏറ്റവും ലോ ക്ലാസ് ഡ്രസ്സാണ് കമ്പിളി വസ്ത്രം, കമ്പിളി അണിയുകയും ചെയ്താൽ ഫഖദ് ബരിഅ മിനൽ കിബ്ർ, അത്തരക്കാർ അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. കാരണം താഴേക്ക് ഇറങ്ങാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധീരമായി ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇന്നമാ അന അബ്ദുൻ ആകുലു ബിൽ അർളി വഅൽബസു വഅൽഅകുൽ അസാബിഅ വഅഖലുൽ ബഈറ ദഅവതൽ മംലൂക് ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഷ്റഫുൽ ഖൽഖായ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഞാനൊരു അടിമയാണ്, അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ. അതുകൊണ്ട് ആകുലു ബിൽ അർള്, ഞാൻ ഭൂമിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഏറ്റവും നല്ലത് അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കൽ എങ്ങനെയാണ്? തറയിലിരുന്ന് കഴിക്കലാ നല്ലത്. ഇന്നിപ്പോ മുട്ടുവേദന ആയതുകൊണ്ട് രക്ഷയില്ല, ടേബിൾ തന്നെ വേണം നമുക്ക്. അത് അഹങ്കാരം കൊണ്ടൊന്നും അല്ല. ഒരു 40 കഴിഞ്ഞപ്പോ ഞാനൊക്കെ തന്നെ ഈ അത്തഹിയ്യാത്തിന് ഇരിക്കണ ഇരിപ്പല്ലാതെ കുറച്ച് കൂടുതലിരുന്നാൽ തുടങ്ങും മുട്ടുവേദന. സുന്നത്തെപ്പോഴെങ്ങനെ? തറയിൽ. ഞാനൊരു അടിമയാണ്, അതുകൊണ്ട് ഞാൻ ഭൂമിയിലിരുന്ന് ആഹരിക്കും. വഅൽബസു സൂഫ, ഞാൻ നിലവാരം കുറഞ്ഞ കമ്പിളി വസ്ത്രമണിയും. വഅഖലുൽ ബഈർ, ഞാൻ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് നടക്കുകയും അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്യും. വഅൽഅഖു അസാബിഇ, ഭക്ഷണം കഴിച്ചതിനു ശേഷം ഞാൻ എന്റെ വിരലുകൾ നക്കിത്തുടക്കും. എനിക്ക് നാണക്കേടില്ല. ആഹാരം കഴിച്ചിട്ട് ആ വലത് കൈയിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടം ഞാൻ എന്റെ നാക്കുകൾ കൊണ്ട് നക്കിത്തുടക്കും. വഉജീബു ദഅവതൽ മംലൂക്, ഒരു അടിമയാണ് എന്നെ ക്ഷണിച്ചതെങ്കിലും ആ അടിമയുടെ ക്ഷണം ഞാൻ സ്വീകരിക്കും. എന്നിട്ടും റസൂലുള്ള പറയാണ്, ഫമൻ റഗിബ അൻ സുന്നത്തി, എന്റെ ഈ മാതൃക വിട്ടാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, എന്റെ ഈ പരിഭാവനമായ ചര്യ ഉൾക്കൊള്ളാൻ ആർക്കെങ്കിലും അസാധ്യമാണെങ്കിൽ ഫലൈസ മിന്നീ, അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇസ്ലാം എന്ന് പറയുന്ന ഏറ്റവും മാനവികമായ പ്രായോഗികമായ സാമൂഹ്യനീതി ഉൾക്കൊണ്ട ലോകത്തെ മനോഹരമായ പ്രത്യയശാസ്ത്രം, ഇസ്ലാമിലെ മെമ്പർഷിപ്പിന് അവന് യോഗ്യതയില്ല. ഒരു അഹങ്കാരിക്കും മെമ്പർഷിപ്പ് കിട്ടൂല കേട്ടോ. ഇതൊക്കെ എന്റെ സ്വഭാവമാണ്, ഇതൊക്കെ എന്റെ രീതിയാണ്. അതിനാർക്കെങ്കിലും സാധിക്കാതെ വരുന്നുണ്ടെങ്കിൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. പ്രിയമുള്ളവരെ, ഇത് ഹജ്ജ് മാസമാണ്, ഇത് പെരുന്നാളിന്റെ മാസമാണ്, ഇത് ഉദുഹിയ്യത്തിന്റെ മാസമാണ്. ഈ മാസവും ഹജ്ജും
ഉദുഹിയ്യത്തും നമ്മെ പഠിപ്പിക്കുന്ന സുപ്രധാന പാഠം എന്താണ്? അഹങ്കാരമരുത്, വിനയമുള്ളവരായി ജീവിച്ചു മരിക്കണേ. ഇതാ പറയുന്നത്. ഹജ്ജ് നോക്കൂ, ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വിവിധ രാഷ്ട്രക്കാരായ ആളുകൾ, വിവിധ വർണ്ണത്തിലുള്ള ആളുകൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ആളുകൾ എല്ലാവരും പുണ്യഭൂമിയിൽ സംഗമിച്ചുകൊണ്ട് ഒരേ വേഷത്തോടെ ഒരേ മുദ്രാവാക്യത്തോടെ പ്രഖ്യാപിക്കുന്നതെന്താണ്? ഇഹ്റാമിന്റെ വേഷമണിഞ്ഞ് ലബ്ബൈക്ക് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവരെന്താണ് പ്രകടിപ്പിക്കുന്നത്? ഞങ്ങളൊന്ന്, ഞങ്ങളിൽ മേലാളനില്ല, ഞങ്ങളിൽ കീഴാളനില്ല, ഞങ്ങൾ ദൈവദാസന്മാർ, ഞങ്ങൾ സമന്മാർ, ഞങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഉടമസ്ഥനായ നാഥ, ഞങ്ങളൊരു വേഷത്തോടെ, ഞങ്ങളൊരു ലക്ഷ്യത്തോടെ, ഞങ്ങളൊരു മുദ്രാവാക്യത്തോടെ, ഞങ്ങൾ ഒരേ നീയത്തോടെ, ഞങ്ങൾ ഒരേ അജണ്ടയോടെ ഇതാ വന്നിരിക്കുന്നു, നീ ഉത്തരം ചെയ്യണം. അഹങ്കാരം മനസ്സിൽ നിന്ന് പിഴുതി മാറ്റി വിനയാന്വിതരായി ജീവിക്കണമെന്ന സന്ദേശമാണ് ഹജ്ജ് നൽകുന്ന പാഠം. ഹജ്ജിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഖസ്ദുല്ലാഹി അസ്സ വജല്ല, അഹങ്കാരമടക്കമുള്ള ദുസ്വഭാവങ്ങൾ മനസ്സിൽ നിന്ന് നീക്കിക്കൊണ്ട് പടച്ച തമ്പുരാന്റെ മുന്നിൽ, അവന്റെ ദാസന്മാരുടെ മുന്നിൽ വിനയം കാണിച്ച് ജീവിച്ചു മരിക്കലാണ് ഹജ്ജിന്റെ ആത്മാവ്. അൽ ഹജ്ജു ലുഗതൻ അൽ ഖസ്ദു, ലക്ഷ്യം വെക്കുക, ഉദ്ദേശിക്കുക ഭാഷാപരമായിട്ട്. വശറഅൻ ഖസ്ദു ബൈത്തില്ലാഹിൽ ഹറാം, ഹറം പള്ളി ലക്ഷ്യമാക്കി ചില ആരാധനാനുഷ്ഠാനങ്ങൾക്ക് പുറപ്പെടലാണ് സാങ്കേതികമായി ഹജ്ജ്. വഹഖീഖതൻ, ഹജ്ജിന്റെ യാഥാർത്ഥ്യം, അകക്കാമ്പ്, ഉൾപ്പൊരുൾ ഖസ്ദുല്ലാഹി അസ്സ വജൽ, കഅബാലയത്തിന്റെ ഉടമസ്ഥനായ നാഥനെ ലക്ഷ്യം വെച്ച് ജീവിക്കുക. ഇതാണ് ഹജ്ജിന്റെ ജീവൻ. ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ ഞാൻ പാടില്ല, ഞാൻ അടിമ, അള്ളാഹുവിന്റെ അടിമ, അവൻ എന്റെ ഉടമ. ഇതെല്ലാം എന്റെ സഹോദരീ സഹോദരന്മാർ, ഈ ഒരു പ്രകടനമാണ്, ഈ ഒരു മെസ്സേജാണ് ഈ മാസം നമുക്ക് നൽകുന്നത്, ഹജ്ജ് നമുക്ക് നൽകുന്നത്, ഉദുഹിയ്യത്തും നമുക്ക് നൽകുന്നത്. നമ്മുടെ കിബിറിനെ അറക്കലാണ് ഉദുഹിയ്യത്ത്. നമ്മുടെ ഈഗോയെ അറുക്കുന്നതിന്റെ പ്രതീകമാണ് ഉദുഹിയ്യത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥങ്ങൾ, ഇബാദത്തിന്റെ ആന്തരാർത്ഥങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ. 5 ടെസ്റ്റുകൾ നമ്മൾ നടത്തിയിട്ട് അതിലൂടെ നമുക്ക് ഈ അസുഖമുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. കിബിറിന് ഖുർആൻ പറഞ്ഞ ചികിത്സ, തിരുസുന്നത്ത് പറഞ്ഞ ചികിത്സ, മഹാന്മാർ വിശദീകരിച്ചു തന്ന മരുന്ന്, 1-2 ക്ലാസുകളിലൂടെ ആ മരുന്നിനെക്കുറിച്ച് നമുക്ക് പറയാം. നമുക്ക് അഹങ്കാരത്തിൽ നിന്ന് മുക്തരാകാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.